ശ്രീ ആന്റണി, പ്രതിപക്ഷം ഇന്ന് ബജറ്റ് പ്രഖ്യാപനം ബഹിഷ്കരിക്കുകയായിരുന്നു. നിങ്ങൾ കുംഭമേളയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് ചർച്ച ചെയ്യേണ്ടതെന്ന് പറയുന്നു. പക്ഷെ അതിനുശേഷം ബജറ്റ് പ്രഖ്യാപനത്തിലേക്ക് എത്തുമ്പോൾ അത് നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കാരണം ഈ ആദായ നികുതി ഇളവാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്ര പ്രഖ്യാപനമായി തന്നെ അതിനെ വിലയിരുത്തുകയാണ്. അതിലേക്ക് മാത്രം ചുരുങ്ങുന്നു ചർച്ചകൾ. അവിടെ കേരളത്തിലൊന്നും കിട്ടിയിട്ടില്ല എന്നൊരു വിഷയം കൂടിയുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു വിലയിരുത്തൽ? അല്ല, ഇത് വാചകമടിച്ച് ജനങ്ങളെ കബളിപ്പിച്ച ഒരു ബഡ്ജറ്റ്. ഇത് കേരളത്തെ സംബന്ധിച്ച് സമ്പൂർണ്ണമായിട്ട് നിരാശാജനകമായൊരു ബഡ്ജറ്റാണ്. കേരളത്തിന് എന്താ ഉള്ളത്? കേരളത്തിലെ സാമ്പത്തിക ഭദ്രതയെ താങ്ങി നിർത്തുന്ന റബ്ബറാണ്, കേരളത്തിൻ്റെ നട്ടെല്ലാണ്. റബ്ബർ കൃഷിക്ക് എന്തെങ്കിലും ഉണ്ടോ? അവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വികലമായ നയങ്ങൾ കൊണ്ട് 10 വർഷമായി ന്യായവില കിട്ടാതെ വ്യാവസായികളുടെ ചൂഷണത്തിന് വിധേയമാകുന്ന കേരളത്തിലെ റബ്ബർ കൃഷിക്കാർക്ക് വേണ്ടി ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല. റബ്ബർ ബോർഡിൻ്റെ വിഹിതം വർദ്ധിപ്പിച്ചിട്ടില്ല. അതുപോലെ 15ഓളം സബ്സിഡി റബ്ബർ കൃഷിക്കാർക്കുണ്ടായിരുന്നു. ഒരു സബ്സിഡിയും 10 കൊല്ലമായി ലഭിക്കുന്നില്ല. അതേസമയം നോർത്ത് ഈസ്റ്റിൽ 1.5 ലക്ഷം ഉറുപ്പിക വെച്ച് വ്യവസായികൾ നടത്തുന്ന പ്ലാന്റേഷന് സബ്സിഡി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതേക്കുറിച്ചൊന്നും പറയുന്നില്ല. കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം എന്താ? പ്രവാസികൾ. ഒരു കുടുംബത്തിൽ നിന്നൊരു പ്രവാസിയെങ്കിലുമുണ്ട്. ഇന്ത്യയിൽ വരുന്ന വിദേശ നാണ്യത്തിൻ്റെ, പ്രവാസികൾ അയക്കുന്ന വിദേശ നാണ്യത്തിൻ്റെ 25% കേരളത്തിൽ നിന്നാണ്, കേരളത്തിലെ പ്രവാസികളാണ്. അവർക്ക് വേണ്ടി അവരുടെ വാക്ക്, ഈ പ്രവാസി എന്നൊരു വാക്ക് ഈ ബഡ്ജറ്റ് സ്പീച്ചിൽ പറഞ്ഞോ? അവരുടെ ജോലി നഷ്ടപ്പെട്ടു വരുന്നവരുടെ പുനരധിവാസം, അവർ ഇവിടെ തുടങ്ങുന്ന പ്രൊജക്റ്റുകൾക്കുള്ള സാമ്പത്തിക സഹായമായോ അവർക്ക് കൊടുക്കുന്ന സബ്സിഡിയോ ഒന്നും ഇതിൽ പറഞ്ഞിട്ടില്ല. പ്രവാസികളെയും തമസ്കരിച്ചിരിക്കുകയാണ്. പിന്നെ എന്താണ് ഇവർ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ തന്നെ രാഷ്ട്രപതി പറഞ്ഞ പോളിസി പരാലിസിസ് ഉണ്ടായി, അതുകൊണ്ടാണ് 8.4% ഗ്രോത്ത് എന്നുള്ളത് അച്ചീവ് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളതാണ്. ഈ പുതിയ ബഡ്ജറ്റിൽ എങ്ങനെയാണ് ആ പോളിസി പാരാലിസിസിനെ അതിജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? അതിനുള്ള എന്തെങ്കിലും പദ്ധതിയുണ്ടോ? 47 വർഷത്തെ ഏറ്റവും വലിയ അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ ഈ രാജ്യത്ത് നിൽക്കുകയാണ്. അതിനെ അഡ്രസ്സ് ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇവിടെ SMEയെ വലിയ പിന്തുണച്ചുകൊണ്ട് സംസാരിച്ചു. SMBയെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ പോളിസി കൊണ്ട് ഇന്ത്യയിലെ SMBയെ തകർക്കുകയും SMEയിൽ ജോലി ചെയ്യുന്ന 5 കോടി ആളുകൾ തൊഴിൽ നഷ്ടപ്പെടുകയും ചെയ്ത ഒരു ഗവൺമെൻറ് SMEയെ ഉയർത്തി സംസാരിച്ചുകൊണ്ട് കാര്യമുണ്ടോ? അവിടെ അവർക്ക് അതിലൂടെ എങ്ങനെ കുറേ ആളുകൾക്ക് എംപ്ലോയ്മെൻറ്റ് കൊടുക്കാം, അവർക്ക് കൊടുക്കേണ്ട ഇൻസെൻറ്റീവ് എന്താ എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു കാര്യങ്ങളും ഈ ഗവൺമെൻറ് പറയുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ എന്താ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? ഒരു ഇന്ത്യയുടെ ബഡ്ജറ്റുകളുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റവന്യൂ വരുന്ന എവിടുന്ന? ഡയറക്റ്റ് ടാക്സിൽ നിന്നാണ്. ഡയറക്റ്റ് ടാക്സ് കൊടുക്കുന്ന ആരാണ്? കോർപ്പറേറ്റുകളാണ് ഡയറക്റ്റ് ടാക്സ് കൊടുക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ കാണുന്നത് എന്താ? ഇവിടെ ഏറ്റവും വലിയ റവന്യൂവിലേക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ഇപ്പോൾ ഇൻകം ടാക്സ് പേയേഴ്സാണ്. കോർപ്പറേറ്റ് ടാക്സ് കുറച്ച് കൊണ്ടുവന്നു, അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുത്തു, അവരുടെ 15 ലക്ഷത്തോളം കിട്ടാക്കടം എഴുതിത്തള്ളി, അവരുടെ ടാക്സ് കുറച്ചു. 30-ൽ നിന്ന് 22 പുതുതായി തുടങ്ങുന്ന യൂണിറ്റുകൾക്ക് 25-ൽ നിന്ന് 15 കുറച്ചു. ഈ ആനുകൂല്യം SMEക്കുണ്ടോ? ഈ ആനുകൂല്യം ഇന്ത്യയിലെ മറ്റ് മേഖലകളിലുള്ളവർക്കുണ്ടോ? അപ്പോൾ പാവപ്പെട്ടവൻ്റെ നിന്ന് നികുതി മേടിച്ച കോർപ്പറേറ്റുകളെ വളർത്തുക എന്നുള്ള നയത്തിൽ നിന്ന് ഒരു വ്യതിയാനവും ഇല്ലാതെ കുറേ ബഡ്ജറ്റ് പ്രസംഗം കൊണ്ട് ആളുകളെ കബളിപ്പിച്ചു എന്നുള്ളതല്ലാതെ കേരളത്തിന് പ്രയോജനമില്ല. ആകെ പ്രയോജനം കിട്ടിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ബീഹാറിനാണ്. ബീഹാറിന് വേണ്ടി കുറേ പദ്ധതി പ്രഖ്യാപിച്ചു എന്നുള്ളതല്ലാതെ ഇതുകൊണ്ട് ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റ്, ഇവിടെ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ അൺഎംപ്ലോയ്മെൻറ്റിനെ അങ്ങനെ അഡ്രസ്സ് ചെയ്യും, കൃഷിക്കാരുടെ ഡിസ്ട്രസ്സിനെ അങ്ങനെ അഡ്രസ്സ് ചെയ്യും, കാർഷിക മേഖലയ്ക്ക് എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾ ഈ ബഡ്ജറ്റിൽ ഏറ്റവും പ്രതീക്ഷിച്ചത് എന്താ? 15 ലക്ഷം കോടി കോർപ്പറേറ്റുകളുടെ എഴുതിത്തള്ളിയ ഒരു ഗവൺമെൻറ് ഒരു ചില്ലി പൈസ ഈ കൃഷിക്കാരുടെ കാർഷികരുടെ എഴുതിത്തള്ളിയോ? പിന്നെ ആർക്ക് വേണ്ടിയാണ് ഈ ഗവൺമെൻറ് ഭരിക്കുന്നത്? കേരളത്തെ സംബന്ധിച്ച് വികസന രംഗത്തൊന്നുമില്ല. ശബരി റെയിൽവേ നമ്മളെ കേരളത്തിൽ 20 കൊല്ലമായി അത് ആരംഭിച്ചിട്ട്. അതിനുവേണ്ടിയുള്ള ഒരു നിർണായകമായ തീരുമാനം. കാരണം കേരളത്തിലെ ജനസംഖ്യയേക്കാൾ കൂടുതൽ ആളുകൾ വന്നു പോകുന്നത് ശബരിമലയിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. അപ്പോൾ അവർക്ക് വേണ്ടി കൂടി പ്രയോജനപ്രദമായൊരു പദ്ധതി എന്ന നിലയിൽ ആ പദ്ധതിയിലെ വിഹിതം കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുക്കുമെന്ന് പറയാനുള്ള ഒരാർജവമെങ്കിലും ഞങ്ങൾ കാണിക്കുമെന്ന് ഓർത്തു. അതുമില്ല. നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റ് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇത് കേരളത്തെ സംബന്ധിച്ച് നിരാശാജനകമായ ഒരു പദ്ധതി, ഒരു ബഡ്ജറ്റ് പ്രഖ്യാപനം എന്നുള്ളതൊഴിച്ച് ഇതിൻ്റെ അകത്ത് ആശ്വസിക്കാനോ ഇതിൻ്റെ അകത്ത് അഭിമാനിക്കാനോ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇൻകം ടാക്സിനെ കുറിച്ച് പറഞ്ഞു. ഇൻകം ടാക്സ് ഇപ്പോഴും ഇൻകം ടാക്സ് പേ ചെയ്യേണ്ടാത്ത ബേസിക് ബോട്ടം ലെവൽ എപ്പോഴാണ്?
അത് 4 ലക്ഷം തന്നെ, അത് ഇൻക്രീസ് ചെയ്തിട്ടില്ല. 12 ലക്ഷം വരെ ഉള്ളവർക്ക് ചില ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട് ഓരോ കാറ്റഗറിയിൽപ്പെടുത്തി അവർക്ക് ആനുകൂല്യം കൊടുത്തു എന്നുള്ളതൊഴിച്ചാൽ ഇത് ഈ പ്രഖ്യാപനം കേട്ടാൽ 12 ലക്ഷം രൂപ വരെ ഉള്ളവരെ ബോട്ടർ ലെവലിലേക്ക് പെടുത്തി അവരെ ഇൻകം ടാക്സിൽ നിന്ന് ഒഴിവാക്കിയെന്നാണ് തോന്നുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അതാണോ? അപ്പം വാചക കസർത്ത് കൊണ്ട് ആളുകളെ കബളിപ്പിച്ചു, കേരളത്തെ സമ്പൂർണ്ണമായി അവഗണിച്ച ഒരു ബഡ്ജറ്റായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം.